എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട് വൃത്തിയായിരിക്കാൻ വേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മളെല്ലാവരും നിത്യേന വീടൊക്കെ ക്ലീൻ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ വീട് വൃത്തിയാക്കാനായിട്ട് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ വീട് എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ വീട്ടിൽ ക്ലീൻ ആയിട്ട് ഇരിക്കണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിലൊന്നാമത്തേതാണ് ഇതുപോലുള്ള ബാസ്ക്കറ്റുകൾ. എല്ലാ വീട്ടിലും ബാസ്ക്കറ്റുകൾ വേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബാസ്ക്കറ്റുകൾ നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഇപ്പോൾ മുള കൊണ്ടുള്ളത് അല്ലെങ്കിൽ വുഡൻ ഫ്രെയിം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ ബാസ്ക്കറ്റുകളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ബാസ്ക്കറ്റുകൾ വാങ്ങാം. അതും അല്ലെങ്കിൽ സാധാരണ കാർഡ്ബോർഡ് ബോക്സുകൾ വെട്ടിയെടുത്തിട്ട് ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിലാക്കി ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഇങ്ങനത്തെ ബാസ്ക്കറ്റുകൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ക്ലീനിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനാണെങ്കിലും ഇതുപോലുള്ള ബാസ്ക്കറ്റുകൾ കൂടിയേ തീരൂ. മാത്രമല്ല, എല്ലാ ബാസ്ക്കറ്റിലും എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കരുത്. 1-2 ബാസ്ക്കറ്റുകൾ ഫ്രീ ആയിട്ട് വെക്കാൻ വേണം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇപ്പം പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരെയാണ്, കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, മൊത്തം അലങ്കോലമായി കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം, എവിടെയെങ്കിലും അതെടുത്ത് വെക്കാം. അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഓരോ സാധനവും അതിൻ്റെ സ്ഥലത്ത് കൊണ്ട് വെക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷനായിരിക്കും. അതേസമയത്ത് ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് ഫ്രീ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിലെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത് വെക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ സൂക്ഷിച്ച് വെക്കാനും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കളയാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കുവാണെങ്കിൽ അത് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കളയാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലെല്ലാം വേണ്ട ഒരു സംഭവമാണ് ഇത്, മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തുകൾ. അപ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്തുകളെ പറ്റി പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് അത്യന്താപേക്ഷിതമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്നാണ് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തുകൾ. അപ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്തുകൾ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ പറ്റും. അതും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്ത്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്ലോത്ത്സ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ് വളരെയധികം എളുപ്പമാണ്. ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനാണെങ്കിലൊക്കെ നമുക്ക് ഇതുപോലുള്ള മൈക്രോ ഫൈബർ ക്ലോത്തുകൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അഴുക്ക് വേഗം പോവും, മാത്രമല്ല പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും. അപ്പോൾ പിന്നെ അതിലധികം ബാഡ് സ്മെല്ലൊന്നും വരില്ല. അപ്പോൾ ക്ലീനിങ് ഒക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ എണ്ണമയം കളയാനും അത് ഉപയോഗിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒന്നാണ് ഒരു സ്പ്രേ ബോട്ടിൽ. അപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലും അതുപോലെ തന്നെ അതിലൊരു ക്ലീനിങ് സൊല്യൂഷനും ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലീനിങ് ഒക്കെ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ നമ്മുടെ വീട്ടിൽ വേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആമസോണിൽ നിന്ന് വാങ്ങാം, അതും അല്ലെങ്കിൽ ലോക്കൽ സ്റ്റോറിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങാൻ പറ്റും. ഇനി അതല്ല അതിനും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്പ്രേ പമ്പ് വാങ്ങാൻ കിട്ടും 20 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അത് നമുക്ക് നമ്മുടെ മിനറൽ വാട്ടറിൻ്റെയൊക്കെ കുപ്പികളിൽ ആക്കിയിട്ട് അതുപയോഗിച്ചും നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഓൾ പർപ്പസ് ക്ലീനറൊക്കെ നമ്മൾ ഇതിൽ വെച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് ക്ലീനിങ് ഒക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് എളുപ്പത്തിൽ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സ്പ്രേ ലോഷനും അതുപോലെ തന്നെ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തും ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലീനിങ് ഒക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നടക്കും. വളരെ എളുപ്പത്തിൽ അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീട് വൃത്തിയാക്കാനായിട്ട് നമുക്ക് നമ്മുടെ നല്ലൊരു സ്വഭാവവും ഒരു ചിട്ടയും ശീലവും എല്ലാം വേണം. അതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള സാധനങ്ങളും നമുക്ക് അത്യാവശ്യമാണ്. ഇനി നമ്മുടെ വീടൊക്കെ വൃത്തിയാവാനായിട്ട് നമുക്ക് വേണ്ട മറ്റൊന്നാണ് സോക്സുകൾ. എല്ലാവരുടെയും വീട്ടിൽ സോക്സുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പഴയ സോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ വരട്ടെ, അതിനു മുമ്പ് നമുക്ക് അതുപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ പഴയ സോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീനിങ്ങിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ജനലുകളുടെ കമ്പികൾ ക്ലീൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റെയറിൻ്റെയൊക്കെ ഹാൻഡ് റെയിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് സോക്സുകൾ യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ കൈയുടെ ഉള്ളിലേക്ക് ആ സോക്സ് ഇടുക, സോക്സ് ഇട്ടിട്ട് അത് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മളിങ്ങനെ ഒരു തുണി എടുത്ത് അത് വെച്ച് തുടയ്ക്കുന്നതിനേക്കാൾ എളുപ്പമാണ് സോക്സ് ഇട്ടിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പം നല്ലോണം അഴുക്കും പോവും. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുകൾ പോവുകയും ചെയ്യും. മൈക്രോ ഫൈബർ ക്ലോത്തുകൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് സോക്സുകൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ജനലുകൾ ക്ലീൻ ചെയ്യാനായിട്ട്, അതുപോലെ ഹാൻഡ് റെയിലുകൾ ക്ലീൻ ചെയ്യാൻ, ഈവൻ നമുക്ക് സിങ്ക് ക്ലീൻ ചെയ്യാൻ പോലും സോക്സുകൾ യൂസ് ചെയ്യാൻ പറ്റും. സിങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഈ സോക്സിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പഴയ സോപ്പ് ഉണ്ടെങ്കിൽ ആ സോപ്പ് കെട്ടി തൂക്കി വെക്കുക, എന്നിട്ട് അത് വെച്ച് നമ്മൾ ഉറച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സിങ്കും നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. അപ്പോൾ സോക്സ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ്. പിന്നെ നമുക്ക് ക്ലീനിങ്ങിന് വേണ്ട ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ബ്രഷുകൾ. അപ്പോൾ പലതരത്തിലുള്ള ബ്രഷുകൾ നമ്മൾ ക്ലീനിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് എല്ലാ വീട്ടിലും കരുതേണ്ട ഒരു ക്ലീനിങ് സംഭവമാണ് ബ്രഷുകൾ. പ്രത്യേകിച്ച് ടൂത്ത് ബ്രഷും അതുപോലെ വാഷ് ബേസിൻ, സിങ്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷും.
അപ്പോൾ ഇങ്ങനെ ഒരു ബ്രഷ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടൈലിൻ്റെ ഇടയിൽ പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. മിക്കവാറും ടൈലുകളുടെ ജോയിൻറ്റിൽ അഴുക്കുകളൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. വെള്ളമൊക്കെ വീണ് അതിലെന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് അഴുക്കായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാനും നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം. വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുന്ന ബ്രഷിന് പുറമേ തന്നെ നമുക്കൊരു ടൂത്ത് ബ്രഷും കൂടി ഉണ്ടെങ്കിൽ ക്ലീനിങ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് വാഷ് ബേസിൻ്റെയൊക്കെ ആ എഡ്ജസിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ടൂത്ത് ബ്രഷ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് നമ്മുടെ ബാത്റൂമുകൾ ക്ലീൻ ചെയ്യാൻ, പ്രത്യേകിച്ച് ടോയ്ലറ്റിൻ്റെ കമോഡൊക്കെ ക്ലീൻ ചെയ്യാനും നമുക്ക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. കമോഡിൻ്റെയൊക്കെ സീറ്റിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പം ടൂത്ത് ബ്രഷ് ഒരു 2-3 എങ്കിലും ക്ലീനിങ്ങിനായിട്ട് വെക്കുക. അപ്പോൾ ടോയ്ലറ്റിലൊക്കെ ക്ലീൻ ചെയ്യാൻ വെക്കുന്നത് അവിടെ തന്നെ വെക്കുക. അതുപോലെ തന്നെ ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് വേറൊരെണ്ണം വെക്കുക. പിന്നെ ഓൾ പർപ്പസ് ആയിട്ട് വേറൊരു ടൂത്ത് ബ്രഷും കൂടി ക്ലീനിങ്ങിന് വേണ്ടി വെക്കുക. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ട് ഞാൻ പറഞ്ഞു. ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ക്ലീനിങ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് നമ്മുടെ ഒരു നല്ലൊരു മനസ്സ്. അപ്പോൾ റൈറ്റ് മൈൻഡ് സെറ്റ് നമുക്ക് ക്ലീനിങ്ങിന് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടിട്ട് പോവും. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗം അതുപോലെ ആയിരിക്കില്ല കിടക്കുന്നത്. ഭയങ്കരമായിട്ട് അഴുക്കൊക്കെ പിടിച്ച് മോശമായിട്ടുള്ള അവസ്ഥയിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ആകെ ഒരു സ്ട്രെസ് ആവുകയാണെങ്കിൽ ആ ക്ലീനിങ് നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ക്ലീനിങ് എന്ന് പറയുന്നത് ഒരിക്കലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയി മാറരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു ക്ലീനിങ് ഹാബിറ്റൊക്കെ കീപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ വീട് നല്ലപോലെ വൃത്തിയായി കിടക്കും. വീട് വൃത്തിയായി കിടക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമായിരിക്കും. അപ്പം നമുക്ക് അതൊരു സ്ട്രെസ്സ് കുറയ്ക്കാനുള്ളൊരു ആക്ടിവിറ്റി ആക്കി മാറ്റാം. പിന്നെ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീടൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് എപ്പോഴും കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് വീട്ടിൽ കുറച്ചധികം ആൾക്കാരൊക്കെ ഉള്ള വീടാണെങ്കിൽ, ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ, അല്ലെങ്കിൽ പാരൻസൊക്കെ നിങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നതെങ്കിലൊക്കെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് എപ്പോഴും കിട്ടണമെന്നില്ല. നമ്മളൊരു സാധനം അടക്കി പെറുക്കി വെച്ചിട്ട് പോകും. കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അത് അതേപോലെ ആയിരിക്കില്ല ഇരിക്കുക. പക്ഷേ നമ്മളപ്പോഴും ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് അത് കുഴപ്പമില്ല, അത് ആ ഒരു രീതിയാണ് എന്ത് സാധനവും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ മാറ്റങ്ങൾ ജീവിതത്തിൽ അനിവാര്യമാണ്. പക്ഷെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പലരും ക്ലീനിങ് വീഡിയോസിൻ്റെ താഴെയൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്, ഞാനെല്ലാം ക്ലീൻ ചെയ്തിടും, കുറച്ച് നേരം കഴിയുമ്പോൾ ഭയങ്കര കഷ്ടമാവും അവസ്ഥ, അപ്പോൾ മൊത്തത്തിൽ വിഷമാവും എന്നൊക്കെ. അതെല്ലാ വീട്ടിലും നടക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളതൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പക്ഷെ ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തല്ലോ, ഞാൻ ഹാപ്പിയാണല്ലോ, എൻ്റെ കടമകൾ ഞാൻ നിർവഹിച്ചല്ലോ എന്നുള്ളൊരു ചിന്തയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറില്ല. അപ്പോൾ കുറേ നാൾ നമ്മൾ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത ആ ഒരു പാറ്റേണിൽ പോകുമ്പോൾ നമ്മുടെ വീട്ടുകാരും നമ്മളറിയാതെ തന്നെ ക്ലീനിങ്ങിലേക്ക് വരും. അപ്പോൾ നമ്മുടെ വീട് എപ്പോഴും നല്ലൊരു പൂങ്കാവനം പോലെ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.